സർ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പറ്റി കേട്ടിട്ട് വന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ സാറ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. സ്ഥലം സന്ദർശിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ടൈം നോക്കിയിട്ട് നമുക്ക് പോകാം, കാണിക്കാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പറയുകയാണെങ്കിൽ പ്രകൃതി കൊണ്ട്, പ്രകൃതിയിൽ നിന്ന് വരുന്ന മഴ, ആ മഴ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ആ വെള്ളം, മഴ എന്ന് പറയുന്നത് മീൻസ് വെള്ളം എങ്ങനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ കെട്ടിടത്തിന് മേലിൽ വരുന്ന ഈ വെള്ളം മുഴുവൻ പാത്തി സംവിധാനങ്ങൾ വഴി നമ്മൾ കുഴിച്ച കുഴൽക്കിണറിനകത്തേക്ക് കടത്തിവിടുക. കുഴൽക്കിണറത്തേക്ക് കടത്തിവിടുമ്പോൾ നമ്മൾക്ക് ആ വെള്ളത്തിനകത്ത് ഉണ്ടായിരുന്ന കണ്ടൻസ് അത് ഈ വെള്ളമായിട്ട് ഡൈലൂട്ടാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം, ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് 10 ഗ്ലാസ് നല്ല വെള്ളം ഒഴിച്ചാൽ ഉപ്പിൻ്റെ ശതമാനം കുറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ കുഴൽക്കിണറിലെ വെള്ളത്തിനകത്തേക്ക് നമ്മൾ നല്ല വെള്ളം ഒഴിക്കുമ്പോൾ അയൺ കണ്ടൻറ്റ് 2% ആയിരുന്നത് വെറും 1, 1/2, 0 അങ്ങനെ വെള്ളം അയൺ കണ്ടൻറ്റ് മൊത്തം അങ്ങ് മാറിപ്പോകും. 0.3 അയണാണ് നമുക്ക് കുടിക്കാൻ അനുയോജ്യമായ വെള്ളം. ഇപ്പോഴത്തെ ബോർവെല്ലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ 1%, 1.5, 3 ഉണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ കളയാൻ നിസ്സാരമായ ചിലവ്, വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് ചെയ്യാം. അത് തന്നെയല്ല, ഭാവിയിൽ സർവീസില്ല. ഇടയ്ക്കൊന്ന് ഇതൊന്ന് നമ്മൾ ഈ ശുദ്ധീകരിക്കാനായിട്ട് ടാങ്കിനകത്തൊന്ന് കഴുകിയാൽ മതി. കഴുകാനായിട്ട് നമ്മുടെ കുട്ടികളാരെങ്കിലും ചെന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കും. അപ്പോൾ വർഷാവർഷമുള്ള ചിലവില്ല. സാധാരണ ഒരു ഫിൽട്ടർ മീഡിയ എങ്ങനെയും തയ്യാറാക്കാനായിട്ടും ഒരു വർഷത്തിൽ എങ്ങനെ വന്നാലും 10-20,000 രൂപ ചിലവാണ്. അതുപോലെ തന്നെ ഒരു മറ്റുള്ള കമ്പനിയുടെ RO പ്ലാന്റൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാണ്. അതിൻ്റെ മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിലവാണ്. അത് ഏറ്റവും വലിയ ചിലവുള്ള സാധനം. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് മഴവെള്ളം കൊണ്ട്. മനുഷ്യൻ്റെ അത്യാവശ്യ ഘട്ടമാണല്ലോ, ഈ അത്യാവശ്യ ഘടകമാണല്ലോ വായുജലം. ഈ വായുജലത്തിൽ ഞങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ വായു ശുദ്ധീകരിക്കാൻ വേണ്ടി മലിനമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ പ്രകൃതിയിൽ നിന്ന് കളഞ്ഞുകൊണ്ടാണ് വായു. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ തടയും. പ്ലാസ്റ്റിക് കത്തിക്കാൻ നമ്മൾ സമ്മതിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ മഴവെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളം കളയാതെ അത് മാക്സിമം ഉപയോഗിക്കുക. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് മീറ്റിംഗ് നടത്തിയപ്പോൾ അവർ പറയുന്നത് 1000 ലിറ്റർ വെള്ളം നിങ്ങൾ ബോർവെല്ലിൽ നിന്ന് എടുത്താൽ 1001 ലിറ്റർ വെള്ളം റിട്ടേൺ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ ഈ സിസ്റ്റം വഴി നമുക്ക് 100 ഇരട്ടി വെള്ളം കൊടുക്കാൻ കഴിയും. കാരണം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെല്ലാം മഴവെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ബോർവെല്ലിനകത്തേക്ക്. അങ്ങനെ ഈ ബോർവെൽ വെള്ളം നമ്മളെടുക്കുന്ന ഒരു വീട്ടിൽ സാധാരണ ഒരു 5 സെൻറ്റ് സ്ഥലമുള്ളവർക്ക് ഒരു 200 ലിറ്റർ വെള്ളം മതി. ഇപ്പോൾ ഇവർ 3000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ അവർ അംഗങ്ങൾ കൂടുതലാണ്, കൂടി വന്നൊരു 3000 ലിറ്റർ വെള്ളം വേണം. നമ്മളൊരു ദിവസം കൊടുക്കുന്ന വെള്ളം തന്നെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഏതിനത്തേക്ക്? ബോർവെല്ലത്തേക്ക്. അപ്പോൾ ഇത് ഒന്ന് ജനങ്ങളിലെത്തിക്കുക. ആ ജനങ്ങളിലെത്തിച്ചിട്ട് നമുക്കിതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഇത് ചെയ്തു കൊടുത്ത് വലിയ ലാഭകരമായ സംവിധാനത്തെക്കുറിച്ചല്ല. പിന്നെ നമ്മുടെ കമ്പനി ഈ 10-37 വർഷമായിട്ട് ബോർവെൽ നിർമ്മാണ മേഖലയിലാണ്, 37 വർഷമായിട്ട് കുഴൽക്കിണർ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായത്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രയാസം, അതായത് കുഴൽക്കിണറുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വന്നാൽ അത് കുടിക്കാൻ കൊള്ളാമോ, അതിനകത്ത് കടുപ്പം കൂടുതലല്ലേ, ഞങ്ങളുടെ ക്ലോസറ്റിൽ കളർ വരില്ലേ, ഞങ്ങൾക്ക് അലക്കാൻ കഴിയില്ലല്ലോ, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തുണിയിൽ കളറാവുമല്ലോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ചിരിക്കും. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റെയിൻ വാട്ടർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് ഇത്ര ശക്തമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മീഡിയ അറിയിച്ചത്. കാരണം ഇത് ഈ ജനങ്ങളിലെത്തണം. അതുകൊണ്ട് ഞാൻ ആ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങളെ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാൻ ചെയ്ത വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ്. മഴവെള്ളം കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ കുഴിച്ച ബോർവെള്ളത്തേക്ക് ഈസിയായിട്ട് കടത്തിവിടുക. അത് കടത്തിവിടുന്ന സിസ്റ്റത്തെക്കുറിച്ച് അവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്ത വീട്. നമുക്ക് ആ വീടൊന്ന് കാണാം. ഓക്കെ, കേട്ടോ. നമ്മൾ ആ ഷീറ്റിൽ അവിടെ നിന്ന് പോയിരിക്കുന്ന പാത്തി കണ്ടോ, ആ മഴവെള്ളം ഒട്ടും തന്നെ കളയാതെ എല്ലാ ഭാഗത്തും നമ്മൾ എടുത്തിരിക്കുക. ഇനി ഈ വെള്ളം മതി നമുക്ക്. ഇനി ബാക്കിയുള്ള വെള്ളവും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിറഞ്ഞ്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്റ്റോറേജ് ടാങ്കായി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം ഇത്രമാത്രം എടുത്തപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വെള്ളത്തിനകത്ത് വളരെയധികം മാറ്റം വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ബോറിൽ നിന്ന് എടുക്കുന്ന വെള്ളം മഴവെള്ളം പോലെയാണ്. മറ്റ് നമ്മൾ ഈ വെള്ളം, ബോറിലെ വെള്ളം നമ്മൾ പാത്രം കഴുകുമ്പോഴും അതുപോലെ തുണി അലക്കുമ്പോഴൊക്കെ കളറായിരുന്നു. അതുപോലെ വാഷ് ബേസിൻ, ക്ലോസറ്റ്, ഇങ്ങനെയൊക്കെ അയൺ കണ്ടൻറ്റ് പ്രശ്നം വരും. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ഈ വെള്ളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴവെള്ളം എങ്ങനെയാണ് നമ്മളുടെ ബോർവെല്ലിലേക്കോ
ഓപ്പൺ വെല്ലിലേക്ക് കടത്തിവിടുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ കുഴൽക്കിണറാണ്. ഈ കുഴൽക്കിണർ ഏകദേശം 300 അടി ആഴമുള്ള കിണറാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ വെയ്യുന്ന വെള്ളം മുഴുവൻ നമ്മൾ ഇതിനകത്ത് സംഭരിക്കുകയാണ്. ഈ വെള്ളം ഇത് മുഴുവൻ പോവുകയാണ്. കാരണം ഒരിക്കലും നിറയത്തില്ല. കാരണം നമുക്ക് ഈ ബോർവെല്ലിൻ്റെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂ ഫ്ലോ ആണ്. കാരണം എത്ര മില്യൺ വെള്ളം ഒഴിച്ചാലും നമ്മുടെ ബോർ നിറയത്തില്ല. കാരണം അതുപോലെയുള്ള ലെയറാണിത്. അതേസമയം വെള്ളം ഇല്ലാതെ ബോർവെല്ലാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞ് കവിഞ്ഞു പോകും. കാരണം ആദ്യത്തെ ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ നിറഞ്ഞു പോകും. ഇതെന്ന് പറയുന്നത് നമ്മൾ എത്ര കൊല്ലം നീണ്ടു നിൽക്കുന്ന മഴ പെയ്താലും നമ്മൾ ഈ ബോർവെല്ലിൽ നിറയത്തില്ല. കാരണം അണ്ടർഗ്രൗണ്ട് ഒരു ലെയർ എന്ന് പറയുന്നത് നല്ല വീതിയിൽ പോകുന്ന ലെയർ, അത് നന്നായിട്ട് ഒഴുകി വരുന്ന വെള്ളം, ഏകദേശം 3 ഇഞ്ച് 4 ഇഞ്ച് വെള്ളം കണ്ടിന്യൂസ് പമ്പ് ചെയ്യുന്നതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും അതിലൂടെ അങ്ങ് ഒഴുകിപ്പോകും. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറിനകത്തുള്ള അയൺ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡയലൂട്ടായിട്ട് അങ്ങ് മാറുകയാണ്. പിന്നെ നമ്മൾ ഈ മഴവെള്ളം തന്നെ ചെന്ന് ഈ ലെയറുകൾ മുഴുവൻ നിറയുകയാണ്. അങ്ങനെയുണ്ട്. ഇതിപ്പോൾ നേരിട്ട് വരുന്ന മഴവെള്ളം എന്ന് പറയുന്നത് ഇതിലേക്ക് നേരിട്ട് വരിക. ഇതുണ്ടോ, ഇത് മഴവെള്ള സംഭരണിയാണ്. ഇപ്പോൾ വീടിൻ്റെ എല്ലാ വശത്തുനിന്നും വരുന്ന ടെറസിൽ നിന്ന് വരുന്ന വെള്ളത്തെ പാത്തി സംവിധാനം വഴി നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു എക്സ്പെൻസാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അതോടുകൂടി സംഭവിക്കുന്ന ഇതുണ്ടോ, ഈ രീതി നോക്കി, ഈ പാത്തി വഴി വന്നിരിക്കുന്ന വെള്ളം കണ്ടോ, ഏകദേശം 4 ഇഞ്ച് നിറഞ്ഞിട്ടാണ് വെള്ളം പലപ്പോഴും വരുന്നത്. ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്നതാണത്. 4 ഇഞ്ചിനാണ് കംപ്ലീറ്റ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ പാത്തി വഴി വരുന്ന വെള്ളം നേരിട്ട് നമ്മുടെ ബോർവെല്ലിലേക്ക് പോവാണ്. നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിലവുകളാണ് മെയിനായിട്ടുള്ളത്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നും അധികം ചിലവ് വരുന്നില്ല. കാരണം ഒരു ഫിൽട്ടർ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം അതുപോലെ എല്ലാ 2 ദിവസം കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്യണം. പിന്നെ 1 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ചോക്കപ്പായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ മാറ്റണം, അതിനകത്തുള്ള കണ്ടൻസ് എല്ലാം മാറ്റി ക്ലീൻ ചെയ്തിടണം. അതുപോലെ തന്നെ എപ്പോഴും പ്രശ്നങ്ങളാണ്. അതിനേക്കാൾ ഏറ്റവും ചിലവ് കുറഞ്ഞ ദൈവത്തിൻ്റെ ഒരു സംവിധാനമാണല്ലോ മഴ. ആ മഴ നമുക്ക് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട്, ആ വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കിണർ ശുദ്ധീകരിക്കാം എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ മേലെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നിസ്സാര വെള്ളമൊന്നുമല്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെല്ലാം നമ്മുടെ ബോർവെല്ലിലേക്കും കിണറിലത്തേക്കും വെള്ളം പോയിക്കൊണ്ടിരിക്കുക, നമ്മളറിയാതെ തന്നെ. അത് എത്രയാണെന്നുള്ളൊരു കണക്ക് പോലും ഇല്ല. കാരണം നമ്മൾ എടുക്കുന്ന വെള്ളം, ഒരു വീടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കൂടിയൊന്ന് 1000 ലിറ്റർ വെള്ളമാണ്. ഒരു ദിവസം കിണറിനകത്തേക്ക് ഒരു ദിവസം പെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ്. കാരണം ചില സമയങ്ങളിൽ പെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ആ വെള്ളം നമ്മൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും. ഈ പുറത്ത് റോഡിലൂടെയൊക്കെ ഒഴുകുന്ന വെള്ളം എത്രയാണ്. ആ വെള്ളത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ കെട്ടിടത്തിനകത്ത് വരുന്ന വെള്ളത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ കിണറത്തെ കടത്തിവിടുമ്പോൾ നമ്മൾ ഈ ലോകത്തെ തന്നെ സഹായിക്കുകയാണ്. കാരണം നമ്മുടെ വെള്ളം ഒട്ടും തന്നെ കളയാതെ നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് കടത്തി വിട്ടുകൊണ്ട് ആ വെള്ളം പല ബോർവെല്ലിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഈ ലെയറിൽ നിന്ന് പോകുന്ന വെള്ളം തന്നെ വേറെ പലർക്കും ബോർവെല്ലിൽ കുഴിക്കുന്നുണ്ടാവും. ആ ബോർവെല്ലിൽ കുഴിച്ചിരിക്കുന്ന ലെയറുകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ലെയറുകളായിരിക്കും. അപ്പോൾ ആ ലെയറുകളിലേക്കും ഈ വെള്ളം പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സുഭിക്ഷമായിട്ട് നിറയ്ക്കുവാൻ ഇന്ന് ഗവൺമെൻറ് പറയുന്ന കാര്യമാണ്. പല സ്ഥലത്തും ബോർവെൽ നിരോധനം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഭൂഗർഭജല ചൂഷണം എന്നാണ് സർക്കാർ പലപ്പോഴും ഈ ബോർവെൽ നിർമ്മാണ മേഖലയെക്കുറിച്ച് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഇതേപോലെ ഞാൻ ഈ പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കുഴൽക്കിണറിൽ നിന്ന് എടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് കടത്തിവിടാൻ കഴിയും. അത് നമ്മളെല്ലാവരും വിചാരിച്ചാൽ മതി. അതിന് ഒരു 5 സെൻറ്റ് സ്ഥലത്തുള്ളവരാണെങ്കിൽ 5 സെൻറ്റ് സ്ഥലത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 200 ലിറ്ററോ 300 ലിറ്ററോ വെള്ളമായിരിക്കും. അവൻ 5 സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന വെള്ളം ഈ ഭൂമിയിലേക്ക് കടത്തിവിട്ടാൽ അവൻ ലക്ഷക്കണക്കിന് ലിറ്ററാണ് കൊടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്നതിൻ്റെ 100 ഇരട്ടി തന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള സംവിധാനമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നത്. അതിനുള്ള ഞാൻ ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ച് നേട്ടങ്ങളല്ല, ഇത് രാജ്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഈ സംവിധാനം എല്ലാവരും ഉൾക്കൊള്ളണം എന്നറിയിക്കുകയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 37 വർഷമായി നമ്മൾ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് ന്യൂ ഇന്ത്യ വാട്ടർ വെൽ കോർപ്പറേഷൻ എന്ന കമ്പനി. അതുകൊണ്ട് ഈ ജലവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും, അതുപോലെ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഓപ്പൺ വെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. ശാസ്ത്രീയമായ നല്ല രീതിയിലുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കും.